പിന്നെ ആസിഫ് അലിയുടെ ഒരു ഗസ്റ്റ് റോള്. അപ്പം അന്നും ഇതുപോലെ അവർ പറഞ്ഞു ആസിഫിൻ്റെ ആ റോളിലേക്ക് പല നടന്മാരെയും ആലോചിച്ചു, പക്ഷെ പലർക്കും ആ ഒരു ഗസ്റ്റ് റോൾ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ ബിജു മേനോൻ ആസിഫായിട്ടുള്ള ബന്ധത്തെ പുറത്ത് ആസിഫിൻ്റെ വിളിച്ചപ്പോൾ ആസിഫ് തിരക്കിൻ്റെ ഇടയ്ക്കാണെങ്കിൽ കൂടി ആസിഫ് വന്ന് ചെയ്തു. അപ്പോൾ നമുക്കറിയാം ആ ഒരു ആസിഫിൻ്റെ ഒരു രൂപം കുറച്ച് മെലിഞ്ഞ് മുടിയൊക്കെ ഒന്ന് ഏകദേശം പറ്റ വെട്ടിയിട്ടുള്ളത്. അതായത് അപ്പോത്തിക്കിരി എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അന്ന് ശരിക്കും ജിബു ജേക്കബിന്റെ മനസ്സിൽ ഒരു അച്ചായൻ്റെ ഒരു ക്യാരക്ടർ ആകുമ്പോൾ കുറച്ചും കൂടി വേറൊരു ലുക്കായിരുന്നു ആസിഫിന്റെ ഉദ്ദേശം. പക്ഷെ ആസിഫ് വന്നു കഴിഞ്ഞപ്പോൾ മെലിഞ്ഞ് മുടിയൊക്കെ പറ്റ വെട്ടിയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയപ്പോൾ എന്നാൽ പിന്നെ ഓക്കെ ആസിഫിന് ആ ക്യാരക്ടർ ലുക്ക് മാറ്റാൻ പറ്റാത്തതുകൊണ്ട് ഈ ഒരു ക്യാരക്ടറിന് കറുപ്പ് ഇട്ട് കൊടുത്തു. ഇന്ന് ആ സിനിമയുടെ നമുക്കറിയാം ആ ഒരു സിനിമയിൽ ആസിഫ് വരുന്ന സീനുകളൊക്കെ ഒരു കറുപ്പ് ഡ്രസ്സാണ്. പക്ഷെ ക്ലൈമാക്സോട് എടുക്കുമ്പോഴാണ് ഏറ്റവും അവസാനത്തെ ഒരു ഷോട്ടിലാണ് ആസിഫ് ഒരു പോസിറ്റീവ് ക്യാരക്ടറാണെന്ന് മനസ്സിലാക്കുന്നത്. അതിൽ വേറൊരു കുറച്ച് കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂം കൊടുത്തു, മറ്റേതൊക്കെ ഒരു കറുപ്പ് ഡ്രസ്സ് കൊടുത്തത്, അങ്ങനെ ഒരു ആ ഒരു രൂപത്തിന് പറ്റിയ ഒരു കോസ്റ്റ്യൂം കൊടുത്തു എന്നൊക്കെയാണ് സംവിധായകൻ പറഞ്ഞത്. എന്തായാലും ആ ഒരു സിനിമ ഇന്നും പറഞ്ഞ ഭയങ്കര പ്രസക്തി എന്നുള്ള ഒരു സിനിമയാണ്. അതിലെ ബിജു മേനോന്റെ ഒരു ക്യാരക്ടറും. അപ്പോൾ റിയൽ മാമച്ചൻ ഈ സിനിമ ഇറങ്ങിയ ശേഷം മാമച്ചൻ അവിടെ ഫേമസ് ആയി എന്നൊക്കെ റൈറ്റർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2014 ഇപ്പോൾ 11 വർഷം കഴിഞ്ഞു ആ ഒരു സിനിമ ഇറങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആ ഒരു സിനിമയ്ക്ക് പ്രസക്തി ഉണ്ട്. ആ ഒരു സിനിമയ്ക്ക് വേണമെങ്കിൽ വീണ്ടും രണ്ടാം ഭാഗമൊക്കെ വന്നാൽ ആ ഒരു ക്യാരക്ടറിനൊക്കെ വെച്ചിട്ട് ഇന്ന് മാമച്ചൻ എന്തായിരിക്കും. കാരണം 10 വർഷത്തിനിടയ്ക്ക് നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലാണെങ്കിൽ കേരള രാഷ്ട്രീയത്തിലൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് ആ ഒരു മാമച്ചൻ്റെ ഒരു ക്യാരക്ടറൊക്കെ വെച്ചിട്ട് ഇന്ന് വീണ്ടും ഒരു സിനിമയൊക്കെ വന്നാൽ രസകരമാവുമെന്ന് തോന്നുന്നു.